ആദ്യ രാത്രിയിൽ ഭർത്താവ് നോക്കുമ്പോൾ ഭാര്യയെ മുറിയിലെങ്ങും കാണാനില്ല. നോക്കുമ്പോൾ കട്ടിലിന് താഴെ പൂജാ ബമ്പർ ലോട്ടറിയും പിടിച്ച് അവൾ അങ്ങനെ ഇരിക്കുകയാണ്. ഇത് കണ്ട് ഭർത്താവ് ഒന്ന് അന്തം വിട്ടുപോയി. പിന്നീട് അങ്ങോട്ട് സ്ഥിരം അയാൾക്ക് അന്തം വിടാനേ നേരം ഉണ്ടായിരുന്നുള്ളൂ. അമ്മാതിരിയാണ് കാര്യങ്ങളുടെ പോക്ക്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ ക്രൈം ത്രില്ലർ സ്റ്റോറി നടന്നത് നമ്മുടെ തലസ്ഥാനമായ തിരുവനന്തപുരത്താണ്. നമുക്ക് ആ സംഭവത്തിലോട്ടൊന്ന് പോകാം. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. ഉച്ചതിരിഞ്ഞ് ഒരു 3 മണിയൊക്കെ ആയി കാണും. ഒരൊറ്റ നിലവിളിയാണ് ശിവദാസൻ്റെ വീട്ടിൽ നിന്നും. നാട്ടുകാരൊക്കെ ഓടുകയാണ്. പുതിയ താമസക്കാരാണിവർ. അധികമൊന്നും നാട്ടുകാരുമായിട്ട് ഇടപഴകാനുള്ള സമയമൊന്നും ആയിട്ടില്ല. ഏകദേശം 1 മാസമേ ആയിട്ടുള്ളൂ ഇവരവിടെ താമസിക്കാൻ വന്നിട്ട്. ആ വീട്ടിൽ നിന്നാണ് ഈ നിലവിളി കേൾക്കുന്നത്. ഓടിക്കൂടിയ നാട്ടുകാർ കാണുന്നത് ഒരു നടുക്കുന്ന കാഴ്ചയായിരുന്നു. സ്ത്രീകളാരെയും പിന്നെ നാട്ടുകാർ ആ വീട്ടിൻ്റെ അകത്ത് കയറ്റിയില്ല. കാരണം കയറിയ 2-3 പെണ്ണുങ്ങളാണെങ്കിൽ ബോധം കെട്ട് അവിടെ തന്നെ വീണു. അമ്മാതിരി ഭീകരമായ കാഴ്ചയായിരുന്നു അത്. ശിവദാസൻ്റെ മടിയിൽ കുടലും പണ്ടവും ഒക്കെ വെളിയിച്ചാടി രക്തത്തിൽ കുളിച്ച് കിടക്കുകയാണ് മകൾ സൂര്യഗായത്രി. 19 വയസ്സേ ഉള്ളൂ ആ പെങ്കൊച്ചിന്. അമ്മ ബോധം കെട്ട് നിലത്ത് കിടക്കുന്നു. അപ്പോഴാണ് കണ്ടു നിന്ന ഒരാൾ പറയുന്നത്, ദേ ഈ കൊച്ചിന് അനക്കമുണ്ട്. ശരിയാണ്, ഇത്രയും മാരക പരിക്കുകൾ ഉണ്ടായിട്ടും സൂര്യഗായത്രിക്ക് ചെറിയ അനക്കം അപ്പോഴും ഉണ്ട്. ചിലർ പറഞ്ഞു, നോക്കി നിൽക്കാതെ പിടി, നമുക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാം. പക്ഷെ ആർക്കും ഈ പെങ്കൊച്ചിനെ പിടിക്കാനുള്ള ഒരു ധൈര്യം പോലും ഇല്ല. കാരണം അങ്ങനത്തെ ഒരു സ്ഥിതിയിലാണ് അവൾ കിടക്കുന്നത്. എന്നാലും ധൈര്യത്തോടെ ചിലർ മുന്നോട്ട് വന്നു. ആ പെൺകുട്ടിയെ താങ്ങി ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷെ കണ്ടു നിന്നവർക്കെല്ലാം അറിയാം ഈ പെങ്കൊച്ചി രക്ഷപ്പെടൂല എന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. ദിവസങ്ങൾക്കുള്ളിൽ സൂര്യഗായത്രി മരണപ്പെട്ടു. ഇനി നമുക്ക് ഈ സൂര്യഗായത്രിക്ക് എന്താണ് സംഭവിച്ചതെന്ന് പറയാം. അതിനു മുന്നേ സൂര്യഗായത്രിയെപ്പറ്റി പറയണം. ഉഴപ്പാക്കോണത്തെ ഒരു ബിവറേജ് ഷോപ്പ്. അതിനു മുന്നിൽ നല്ല തിരക്കാണ്. ആ ബിവറേജ് ഷോപ്പിൻ്റെ ഒരു മൂലയ്ക്ക് പോളിയോ ബാധിച്ച് വികലാംഗയായ ഒരു സ്ത്രീ കുറേ ലോട്ടറിയും വെച്ചിരിക്കുകയാണ്. അവരുടെ പേരാണ് വത്സല. എല്ലാവർക്കും അവരെ കാണുമ്പോൾ സങ്കടമാണ്. എന്നാലും ആരും ലോട്ടറി ഒന്നും എടുത്ത് അവരെ സഹായിക്കൂല. വെള്ളമടിക്കാൻ വരുന്നവരാണെങ്കിൽ കിട്ടുന്ന പണം മൊത്തം അകത്തോട്ട് വെള്ളമടിക്കാനല്ലേ കൊണ്ടുപോകുന്നത്. പിന്നെ വളരെ കുറച്ച് പേര് മാത്രമാണ് വത്സലയുടെ കയ്യിൽ നിന്നും സഹതാപത്തിൻ്റെ പേരിൽ ടിക്കറ്റ് എടുക്കുന്നത്. അങ്ങനെ പോകവേ ഒരു ദിവസം വത്സലയുടെ ചുറ്റും നല്ല തിരക്ക്. അന്വേഷിച്ചപ്പോഴാണ് ചൂടപ്പം പോലെയാണ് വത്സലയുടെ ടിക്കറ്റ് വിറ്റ് പോകുന്നത്. കാരണം എന്തെന്നോ, വത്സലയുടെ 17 വയസ്സായ സൂര്യഗായത്രി എന്ന് പറഞ്ഞ സുന്ദരി മോള് അമ്മയെ സഹായിക്കാൻ കൂടെ വന്നിരിക്കുകയാണ്. ആൾക്കാർ ടിക്കറ്റ് എടുക്കുന്നതിലുപരി അവളോട് കുശലം പറയാനാണ് വരുന്നത്. കുശലം പറയാൻ വേണ്ടി ടിക്കറ്റ് എടുക്കും. എന്തായാലും വത്സലയുടെ കച്ചവടം പൊടി പൊടിച്ച് നടക്കുകയാണ്. ആ കൂട്ടത്തിൽ ഒരാളെത്തി. അവനാണ് അരുൺ. അരുൺ നോക്കുമ്പോൾ ഒരു ചെറിയ പെൺകുട്ടി സാമർത്ഥ്യത്തോടെ കച്ചവടം ചെയ്യുന്നു. ആൾക്കാരൊക്കെ കുശലം പറയുന്നു. കൊള്ളാം, അരുണിനങ്ങ് ഇഷ്ടപ്പെട്ടു. അരുണും കുശലം പറയാനും ടിക്കറ്റ് എടുക്കാനും തുടങ്ങി. അങ്ങനെ ഒരു സൗഹൃദം പിന്നീട് ഒരു പ്രേമത്തിലോട്ട് മാറുകയാണ്. വത്സലയ്ക്കാണെങ്കിൽ തൻ്റെ മകൾക്കൊരു കൂട്ടുണ്ടാവുന്നതിൽ സന്തോഷമായിരുന്നു. അരുൺ അവസാനം സൂര്യയോട് തുറന്നു പറഞ്ഞു അവൻ്റെ മനസ്സിലുള്ളത്. നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് ഒരു കാര്യവുമില്ല, നമുക്ക് കല്യാണം കഴിക്കാം. സൂര്യ പറഞ്ഞു. അയ്യോ, 17 വയസ്സല്ലേ ഉള്ളൂ എനിക്ക്, പോലീസ് പിടിക്കൂലേ? അരുണിന് അതിന് ഉത്തരവുണ്ട്. അവൻ പറഞ്ഞു, അതിനെന്ത്, എത്രയോ പേരങ്ങനെ ജീവിക്കുന്നു. നമുക്ക് നിയമപരമായിട്ട് കെട്ടാൻ പറ്റില്ല എന്നല്ലേ ഉള്ളൂ. അത് പറ്റും വരെ നമുക്ക് തൽക്കാലം ഒരുമിച്ചങ്ങ് ജീവിക്കാം. ഒരു ലിവിങ് ടുഗദർ. പ്രായപൂർത്തിയാകുമ്പോൾ രജിസ്റ്റർ ചെയ്യാം. സൂര്യയ്ക്ക് സമ്മതം. അങ്ങനെ അരുണും സൂര്യയും ആരും അറിയാതെ ഒരു വീടെടുത്ത് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി, ലിവിങ് ടുഗദറായിട്ട്. ആദ്യ രാത്രിയിൽ അരുൺ നോക്കുമ്പോൾ സൂര്യയെ കാണാനില്ല. അയാൾ ശ്രദ്ധിച്ചപ്പോൾ കട്ടിലിന് താഴെ ഇരുന്ന് സൂര്യ മൊബൈലും പിടിച്ച് പൂജാ ബമ്പർ എടുത്ത് അങ്ങനെ ആരുമായിട്ടൊക്കെയോ സംസാരിക്കുകയും കച്ചവടം ചെയ്യുകയും ഒക്കെയാണ്. അരുൺ വെയിറ്റ് ചെയ്തു. അപ്പോഴുണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ ചറ വറാന്നും പറഞ്ഞ് സൂര്യയുടെ ഫോണിൽ മെസ്സേജസും വിളികളുമാണ്. നോക്കുമ്പോൾ പാൽക്കാരൻ, പത്രക്കാരൻ, മുറുക്കാൻകടക്കാരൻ, സ്റ്റുഡിയോക്കാരൻ എന്ന് വേണ്ട സർവ്വ അവന്മാരും വിളിക്കുകയാണ്. സൂര്യ ആരെ നിരാശപ്പെടുത്തിയില്ല. എല്ലാവർക്കുമുള്ള മറുപടിയും കൊടുക്കേണ്ട രീതിയിൽ കൊടുത്ത ശേഷം
അവൾ അരുണിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ അയാൾ ചോദിച്ചു, ഇത്രയും പേരുമായിട്ട് നീ ഈ രാത്രിയിൽ എന്താണ് ഇത്ര സംസാരിക്കുന്നത്? ഒരൊറ്റ മറുപടിയിൽ സൂര്യ ഉത്തരം കൊടുത്തു, കസ്റ്റമേഴ്സ്. പിന്നെ അരുൺ ഒന്നും ചോദിച്ചില്ല. ഇത് പിന്നെ അങ്ങോട്ട് സ്ഥിരമായി. ഇതിനെ ചൊല്ലി പിന്നീട് ഇവർ തമ്മിൽ വഴക്കും സ്ഥിരമായി. ഇതിനിടയ്ക്ക് സൂര്യ ഒരു കാര്യം കണ്ടുപിടിക്കുകയാണ്. തന്നെ കുറ്റം പറയുന്ന ഈ അരുണിന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. മോഷണവും പിടിച്ചുപറിയും മാത്രമാണ് അയാളുടെ തൊഴിൽ. അതിൽ നിന്നാണ് അയാൾ വരുമാനം ഉണ്ടാക്കുന്നത്. നിരവധി കേസുകളിൽ ഇയാൾ പ്രതിയുമാണെന്ന്. പിന്നെ പറയണോ? അതും പറഞ്ഞ് വഴക്ക് മൂത്തു. ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറയും പോലെ രണ്ടും കണക്ക് തന്നെ. വഴക്ക് മൂത്ത് അവസാനം അരുണ് പറഞ്ഞു, നമുക്ക് ഈ ലിവിങ് ടുഗദർ അങ്ങ് അവസാനിപ്പിക്കാം. നിനക്ക് നിൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി. സൂര്യ അതിന് സമ്മതിച്ചു. പക്ഷെ അരുൺ അങ്ങനെ പോകാൻ തയ്യാറായില്ല. അയാൾ പറഞ്ഞു, നിൻ്റെ കൂടെ ഇത്രയും മാസം ഞാൻ താമസിച്ചില്ലേ, അങ്ങനെ ഞാൻ വെറും കൈയോടെയൊന്നും പോവില്ല. എൻ്റെ തൊഴിൽ ഞാൻ ഇവിടെയും ചെയ്യുക എന്നും പറഞ്ഞ് ഇവൻ സൂര്യയുടെ കഴുത്തിൽ കിടന്ന മാലയും കയ്യിലിരുന്ന മൊബൈലും പിടിച്ചു പറിച്ചൊരൊറ്റ ഓട്ടം. ഓടിയ അരുണിനെ പിന്നാലെ വെല്ലുവിളിച്ച് സൂര്യഗായത്രി, നീ പോടാ, കൊണ്ടുപോ, നിനക്കുള്ള പണി ഞാൻ തരുന്നുണ്ട്, നല്ല ചീമിട്ടം പണി. ഓട്ടത്തിനിടയിൽ അവൻ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, ഓ ഞാൻ വാങ്ങിച്ചോളാം, നീ വാ കാണാം. അങ്ങനെ അരുണിൻ്റെയും സൂര്യയുടെയും ദാമ്പത്യം അവിടെ തീർന്നു. വീണ്ടും സൂര്യ ഉഴപ്പാങ്കോണത്ത് ബിവറേജിന് മുന്നിൽ അമ്മയ്ക്കൊപ്പം എത്തി. ലോട്ടറി കച്ചവടം ഒന്നും നടക്കാതിരുന്നിടത്തുനിന്ന് വീണ്ടും തകൃതിയിൽ നടക്കാൻ തുടങ്ങി. അപ്പോഴുണ്ട് അരുണിനെ പോലെ തന്നെ ഒരു 40-കാരൻ സൂര്യയെ കണ്ട് അടുക്കുകയാണ്. പല നമ്പരും കാട്ടി അയാൾ സൂര്യയെ വീഴ്ത്തി. തൻ്റെ മോക്ക് ഇനിയെങ്കിലും ഒരു നല്ല ജീവിതം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് വത്സലയും മിണ്ടാതിരുന്നു. 40-കാരനുമായി 18 വയസ്സുള്ള സൂര്യ ജീവിക്കാൻ തുടങ്ങുകയാണ്. തുടക്കം ഗംഭീരമായി തന്നെ മുന്നോട്ട് പോയി. പോകെ അവിടെയും അസ്വാരസ്യങ്ങൾ വന്നു. കാരണം സൂര്യ മാറിയിട്ടില്ല. അവളുടെ വഴിവിട്ട ബന്ധങ്ങളും ഫോൺ വിളികളും ഒക്കെ തന്നെ ഈ 40-കാരനും ശ്രദ്ധിച്ചു. അതിനെ ചൊല്ലി വഴക്കുകളും ഉണ്ടായി. അരുണിൻ്റെ കേസ് പോലെ തന്നെ ഈ ഭർത്താവിൻ്റെയും രഹസ്യം സൂര്യ കണ്ടുപിടിച്ചു. ഈ 40-കാരൻ തന്നെ പറ്റിക്കുകയായിരുന്നു. അയാൾക്ക് കുടുംബമൊന്നും ഇല്ല എന്ന് പറഞ്ഞാണ് അയാൾ കൂടെ കൂടിയത്. ഇപ്പോഴാണ് അറിയുന്നത് അയാൾക്ക് ഭാര്യയും 2 മക്കളും ഒക്കെ ഉണ്ടെന്ന്. സൂര്യക്കിത് സഹിക്കാൻ പറ്റിയില്ല. ആ ബന്ധത്തിന് സൂര്യ തന്നെ കർട്ടനിട്ടു. സൂര്യ വീണ്ടും സ്വന്തം വീട്ടിൽ തിരിച്ചെത്തി. ഇതിനകം അവൾ ആണുങ്ങളെ എല്ലാം വെറുത്തു. എല്ലാം ചതിയന്മാരാണ്. ആദ്യം തൻ്റെ ജീവിതം തകർത്തവനിൽ നിന്ന് തന്നെ പണി തുടങ്ങണം അവൾ ഉറപ്പിച്ചു. ഇതിനിടയ്ക്ക് അരുണിന് നാട്ടിൽ കല്യാണാലോചന തകൃതിയിൽ നടക്കുകയാണ്. ഇത് അന്വേഷിച്ചറിഞ്ഞ സൂര്യ അമ്മയും കൂട്ടി അരുണിൻ്റെ സ്ഥലത്ത് പോയി അങ്ങ് പേയാട്. ഇയാൾ എൻ്റെ കൂടെ ജീവിച്ച് എന്നെ പറ്റിച്ചവനാണ് എന്ന് കണ്ണി കണ്ടവരോടൊക്കെ ഇവള് പറഞ്ഞു. അങ്ങനെ അത് അവിടെ പബ്ലിസിറ്റിയായി. ഇതോടെ അരുൺ നാട്ടിൽ മുഴുവൻ നാറി. അയാളൊരു മോഷ്ടാവാണെന്ന് ആ നാട്ടിൽ ആർക്കും അറിഞ്ഞൂടായിരുന്നു. അത് മറച്ചു വെച്ചാണ് കല്യാണാലോചന പോലും നടത്തിയിരുന്നത്. ആ സത്യവും സൂര്യ നാട്ടുകാരെ മുന്നിലങ്ങ് അറിയിച്ചു. എല്ലാം കൂടെ ആയപ്പോൾ അരുണിന് നാട്ടിൽ ഒറ്റപ്പെട്ട ഒരവസ്ഥയായി. അരുണിന് മനസ്സിലായി ഇനി തനിക്ക് നല്ലൊരു ബന്ധം കിട്ടില്ല. തൻ്റെ സ്ഥലമായ പേയാട് മുഴുവൻ തന്നെ ഇവള് നാറ്റിച്ചത് അയാളിൽ കടുത്ത പകയുണ്ടാക്കി. അയാൾ സൂര്യയ്ക്കുള്ള പണിയും കരുതി കാത്തിരുന്നു. ഒരു ദിവസം ഉച്ച തിരിഞ്ഞ് 3 മണിയോടെ സൂര്യയുടെ വീടിനടുത്ത് അരുണെത്തി. കുറച്ചു നേരം വീടിൻ്റെ അകത്തെ അവസ്ഥയൊക്കെ ഇങ്ങനെ നോക്കി മാറി നിന്നു. അപ്പോഴതാ സൂര്യ ഫോണിൽ ആരോടോ ചിരിച്ചു കുഴഞ്ഞ് വർത്താനം പറയുകയാണ്. നേരെ അരുണ് അടുക്കള ഭാഗത്തു കൂടി അങ്ങ് അകത്ത് കയറി. അരുണ്, നിനക്ക് സുഖമല്ലേ സൂര്യയെ എന്ന് ചോദിച്ചതും സൂര്യ തിരിഞ്ഞു നോക്കിയതും കൈ കരുതിയിരുന്ന കത്തിയെടുത്ത് ഒരൊറ്റ വീശായിരുന്നു. ആ വീശ് 33 തവണ അരുണ് വീശി. കുടലൊക്കെ വെളിയിൽ വന്ന് ഒരു അരിഞ്ഞു തള്ളിയ അവസ്ഥയിലായിരുന്നു അവസാനം സൂര്യഗായത്രിയുടെ ശരീരം. പിന്നെ അരുണ് ഓടിയെങ്കിലും 2-3 വീടിനപ്പുറത്ത് ഒരു വീടിൻ്റെ ടെറസിൽ വെച്ച് നാട്ടുകാർ തന്നെ ഇവനെ പിടികൂടുകയാണ്. അയാളുടെ ശരീരം മുഴുവൻ രക്തമായിരുന്നു. ഇതിൽ പിടികൂടിയപ്പോൾ അരുണിന് പറയാനുള്ളത് ഇതായിരുന്നു. ഇവളെ കേസ് ഈ വികലാംഗരുടെ മോളാണ്, ലോട്ടറി കച്ചവടമാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം എന്നെ നാട്ടുകാർ ഒരു മാതിരിയാണ് കാണുന്നത്. പിന്നെ ഇവിടെ ഇടയ്ക്കുള്ള കണ്ടപ്പോഴത്തേക്ക് ഇവള് ചീത്തവിളി, ഭയങ്കര ചീത്തവിളി. ഞാൻ ഷൂട്ടിങ് അമ്മ ഞാനും മാത്രമേ. അവരൊക്കെ ഞാൻ ഒരു ദിവസം പെണ്ണു വിളിക്കാൻ വേണ്ടി വിളിച്ചു വന്നാലുള്ളത്.
ഞാൻ സ്നേഹത്തിലാകുന്ന അവരൊക്കെ ഞാൻ ഒരു ദിവസം പെണ്ണുപിടിക്കാൻ വേണ്ടി വിളിച്ചു വന്നതിനുള്ളത്. ഞാൻ സ്നേഹത്തിലാകുന്ന സമയത്ത് ഇവിടെ സ്വഭാവം ശരിയല്ലെന്ന് വിചാരിച്ച് ഞാനത് വിട്ടിട്ട് പോയതാണ്. പക്ഷെ ഇപ്പോൾ അത് ഒരു വിജയിയുടെ ഭാവമായിരുന്നു അയാളുടെ മുഖത്ത്. 19 വയസ്സുള്ള സൂര്യഗായത്രിയുടെ ജീവിതം ഒരുത്തൻ്റെ കത്തിപ്പിടിയിൽ അവസാനിച്ചു. അരുണിന് ജീവപര്യന്തവും കിട്ടി. ഇതിൽ സൂര്യയുടെ മാതാപിതാക്കളിലും തെറ്റുണ്ട്. അവർക്ക് നിയന്ത്രിക്കേണ്ട സമയത്ത് മകളെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല, ശാസിക്കാൻ പറ്റിയില്ല. പിന്നെ സൂര്യഗായത്രി അതിനോട്ട് അവസരവും കൊടുത്തില്ല. അങ്ങനെ കുത്തഴിഞ്ഞൊരു ജീവിതമായിരുന്നു പിന്നീട് ആ പെൺകുട്ടിയുടേത്. ഈ സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.